നമസ്കാരം. ടീം എമർജൻസി കേരള ഇപ്പോൾ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ഒരു 13 ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ കാർവാറിൽ നമ്മുടെ സഹോദരൻ അർജുൻ എന്നൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ജീവിത വരുമാന മാർഗങ്ങൾക്കായിട്ട് കർണാടകയിലേക്ക് പോവുകയും അദ്ദേഹം വലിയൊരു വെള്ളത്തിൽ അകപ്പെടുകയും നാളിതുവരെയും 13 ദിവസത്തിന്റെ അപ്പുറവും അദ്ദേഹത്തിനെ കണ്ടെത്താനോ അദ്ദേഹം ജീവനോടെ ഉണ്ടെന്നോ മരണപ്പെട്ടെന്നോ അദ്ദേഹത്തിന്റെ വാഹനങ്ങൾ കണ്ടെടുക്കാനോ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ആ അപകടം ഉണ്ടായ സമയം മുതൽ ടീം എമർജൻസി കേരള എന്ന റെസ്ക്യൂ ടീം 200-ലധികം പ്രവർത്തകർ ഞങ്ങൾക്ക് എല്ലാവിധ വിദഗ്ധമായ പരിശീലന കോഴ്സിന്റെയും മറ്റുള്ള രാജ്യത്തിന്റെ എല്ലാ സംവിധാനത്തിന്റെയും പഠനങ്ങൾക്ക് ശേഷം പ്രാക്ടീസിന് ശേഷം ഞങ്ങൾ സജ്ജരായിട്ടുള്ള യുവാക്കൾ ഇവിടെ അപകടം നടന്ന അന്നു മുതൽ തന്നെ ഈ റെസ്ക്യൂ മേഖലയിലേക്ക് പോകാൻ തയ്യാറായി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ ഈരാറ്റുപേട്ടയിലാണെങ്കിൽ പോലും കേരളത്തിന്റെ വിവിധ മേഖലയിൽ വിവിധ ജില്ലകളിൽ ഇടുക്കി അടക്കമുള്ള ഡാമിലേക്ക് ഉള്ളിൽ പോയവരെ അകപ്പെട്ടു പോയവരെ രക്ഷപ്പെടുത്തിയ നമ്മുടെ വിദഗ്ധരായ ടീമുകളും പൂന്തേനരുവി പോലെ 100-ലധികം പേര് വെള്ളത്തിൽ പോയിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് ആ സമീപവാസികൾക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത ഭയപ്പെടുന്ന ആ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പോലും ഞങ്ങളുടെ ടീമുകൾ ജലത്തിനുള്ളിൽ അകപ്പെട്ടവരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിവിദഗ്ധമായിട്ട് കഴിവുള്ള പ്രാക്ടീസ് ചെയ്ത ഞങ്ങളുടെ ടീമുകൾ കാർവാറിലേക്ക് ഞങ്ങളുടെ അർജുനനെ ഞങ്ങളുടെ സഹോദരനെ രക്ഷപ്പെടുത്താൻ സജ്ജരാണ്. സാമ്പത്തികമായ സഹായങ്ങളൊന്നും രാജ്യത്തിന്റെയും നാടിന്റെയും ഒരു സംവിധാനങ്ങൾക്കും നമുക്ക് വേണ്ട. ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ നമുക്ക് അകമഴിഞ്ഞ് സാമ്പത്തിക സഹായങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളുടെ ഏത് സമയവും ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ തന്നെ പോകാൻ റെഡിയായിട്ട് സജ്ജരാണ്. രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ പോലും അതുപോലെ കേരളത്തിന്റെ വിവിധ മേഖലകളിലും ഫയർഫോഴ്സ് സംവിധാനങ്ങളൊക്കെ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ പോലും ഞങ്ങൾ അതിവിദഗ്ധമായിട്ട് ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് റെസ്ക്യൂ ചെയ്തിട്ടുള്ള ജീവനോടെ രക്ഷപ്പെടുത്തിയ 40ഓളം പേരെ ജീവനോടെ രക്ഷപ്പെടുത്തിയ ഞങ്ങളുടെ ടീമിന്റെ ക്യാപ്റ്റനുണ്ട്. 100ഓളം ബോഡികളെ കണ്ടെടുത്ത ഞങ്ങളുടെ ടീം അംഗങ്ങളുണ്ട്. ഞങ്ങൾ ഇതിനെല്ലാം റെഡിയാണ്. അതിനുള്ള നമ്മുടെ നാടിന്റെ സംവിധാനങ്ങൾ നമുക്ക് അതിനൊരു പെർമിഷൻ തരികയാണെങ്കിൽ ഞങ്ങൾ സജ്ജരാണ്. ഞാൻ ഈ വാക്കുകൾ എൻ്റെ പ്രസംഗത്തിലേക്ക് ചെയ്യും. നമസ്കാരം. 96ഓളം ബോഡി കണ്ടെത്തുകയും അത് സാഹസികമായിട്ട് തന്നെ 40 അടി 50 അടി താഴ്ചയിൽ നിന്ന് വെള്ളത്തിന്റെ അടിയിൽ പോയി വണ്ടിക്കകത്തിൽ നിന്ന് വണ്ടി സഹിതം കണ്ടെത്തുകയും വെള്ളത്തിന്റെ അടിയിൽ ചപ്പിൻ്റെ അകത്ത് മലവെള്ളം പാച്ചലാണ് ഭാഗത്തുള്ളത്. മലവെള്ളം പാച്ചലിൻ്റെ അകത്ത് ഒലിച്ചുപോയ ആൾക്കാർ ചെളിക്കകത്ത് താന്നു പോയിരിക്കുന്നവരെയും ചപ്പിൻ്റെ അകത്ത് കുടുങ്ങിയിരിക്കുന്നവരെയും അത് സാഹസികമായിട്ട് തന്നെ ഞങ്ങൾ 1-2 ദിവസത്തിനുള്ളിലൊക്കെ എടുത്ത് നമ്മുടെ വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ജീവനോട് തന്നെ 47ഓളം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരവസരം ഞങ്ങളുടെ സഹോദരൻ അവിടെ ഏത് രീതിയിലാണ് ബുദ്ധിമുട്ടായി കിടക്കുന്നതൊക്കെ അറിയാമല്ലോ. ആ വാഹനമാണെങ്കിലും ആ എന്ത് രീതിയിലാണ് അവിടെ കിടക്കുന്നതെങ്കിലും ഞങ്ങൾക്ക് വേറൊരു 5 മണിക്കൂർ തന്നാൽ മതി, ഞങ്ങൾ അവിടെ ഒന്ന് നോക്കാം. ഞങ്ങൾക്ക് ഒരു സമയം ഞങ്ങളുടെ സർക്കാർ ഒന്ന് അനുവദിച്ചു തരണം. അവിടുത്തെ സർക്കാരാണെങ്കിലും ഇവിടുത്തെ സർക്കാരാണെങ്കിലും ഞങ്ങൾക്ക് നയ പൈസ പോലും ആരും തരണ്ട. ഞങ്ങളുടെ കോട്ടയം ജില്ലയിലെ ഞങ്ങളുടെ സഹോദരന്മാർ ഞങ്ങളുടെ വന്ന് തേടിയെത്തി ഞങ്ങളുടെ ഫണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവിടെ വന്ന് റെസ്ക്യൂ ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തോ എന്നുള്ള രീതിയിലുള്ള ഞങ്ങളുടെ നാട്ടുകാർ ഞങ്ങൾ സംഭാവന ചെയ്തിരിക്കുകയാണ്. എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും ഞങ്ങൾ റെഡിയായി നിൽക്കുവാണ്. ഞങ്ങളുടെ സഹോദരനെ ഒന്നും അന്വേഷിച്ചെടുക്കാനുള്ള ഒരു സാക്ഷ്യം മാത്രം. ഏത് വെള്ളത്തിലും ഞങ്ങൾക്ക് ആരുടെയും ഒരു ഇതും വേണ്ട. ഞങ്ങളുടെ സ്വന്തം സേഫ്റ്റി ഞങ്ങളുടെ ദൈവത്തിന് മാത്രം ഞങ്ങളുടെ ദൈവം മാത്രം ഞങ്ങൾ നോക്കിയാൽ മതി. വേറെ ആരുടെയും ഒരു അനുമതി ഞങ്ങൾക്ക് വേണ്ട. അവിടെ വന്നാലുള്ള ഒരു അനുമതി മാത്രം നിങ്ങൾ തന്നാൽ മതി. ഞങ്ങളുടെ സ്വന്തം രീതിയിൽ ഞങ്ങളുടെ സ്വന്തം റിസ്കിൽ ഞങ്ങൾ വന്ന് അവിടെ റെസ്ക്യൂ ചെയ്യാൻ സമ്മതമാണ്. ടീം എമർജൻസിക്ക് ഒരവസരം മാത്രം നിങ്ങൾ തന്നാൽ മതി. നന്ദി ഞങ്ങൾ പറയുകയാണ്. വീട്ടുകാർക്ക് സമാധാനത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി മാത്രം ഒരവസരം ഞാൻ